ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് ചാരുവിനോട് ചോദിക്കുകയാണ്, അല്ല അരവിന്ദൻ്റെയും ശ്രേയയുടെയും ആദ്യ രാത്രി എന്തായാലും നടക്കലുണ്ടാവില്ല. പക്ഷേ നമ്മൾ തമ്മിൽ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് കാക്കോത്തി നീ ഇവിടേക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് ചാരു നാണത്തോടു കൂടി അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോൾ ആകാശ് ഇവനോട് പറയണേ, നമുക്കും ഇത് ആദ്യ രാത്രി തന്നെയാണ്, ഇത് നമ്മളുടെ ആദ്യത്തെ റൂമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആകാശ് ചാരുവിനെ പിടിച്ചിരുത്താൻ നോക്കുന്നത്. പക്ഷേ ചാരു പറയുകയാണ്, അതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് നാണത്തോടു കൂടി ചാരു അവിടെ നിന്നങ്ങ് എണീറ്റ് പോവാണ്. അപ്പോൾ ആകാശ്, തൽക്കാലം ഞാനിപ്പോൾ നിന്നെ വെറുതെ വിടുന്നു, എനിക്കും വരും ഒരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ തലയണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകാശ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അരവിന്ദ് അവിടെ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതോടുകൂടി അപ്പോൾ ഇവർക്ക് ഇന്നലെ രാത്രി ആദ്യ രാത്രി നടന്നിട്ടില്ല, പോരാത്തതിന് ശ്രേയ റൂമിൽ നിന്നും അരവിന്ദിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അത് മനസ്സിലാക്കി ആകാശ് അവിടെ നിൽക്കുന്നത്. അത് കണ്ടും കൊണ്ടാണ് അവിടേക്ക് ചാരു വരുന്നത്. അപ്പോൾ ചാരുവും അരവിന്ദ് അവിടെ കിടക്കുന്നത് കാണാൻ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അരവിന്ദ് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് അവരെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെയാണ് എണീക്കുന്നത്. അപ്പോൾ ആകാശ് ചോദിക്കാൻ, അല്ല അരവിന്ദ്, നീ എന്താ ഇവിടെ കിടക്കുന്നത്? അതെന്താ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്താ നീ ചോദിക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ? എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, ഞാൻ എന്തൊക്കെ നിന്നോട് പറയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് സന്തോഷം വരുന്നുണ്ടാവും. ഇപ്പോൾ ചാരു പറയണ, അരവിന്ദേട്ട എന്തറിഞ്ഞിട്ടാണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല. അരവിന്ദേട്ടൻ ഞങ്ങളോട് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം അത് ചെയ്തവരോടാണ് ചോദിക്കേണ്ടത്. കേട്ടപ്പോൾ അരവിന്ദ് ദേഷ്യം പിടിച്ചിട്ട്, കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, നിങ്ങൾ രണ്ടാരും കൂടി ചേർന്നിട്ട് തന്നെയാണ് അതിൽ രൂപ ഒളിപ്പിച്ചു വെച്ച് എൻ്റെ ആദ്യ രാത്രി കുളമാക്കിയത്. ഇനിയിപ്പോൾ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ആകാശ് പറയണം, അരവിന്ദ് നീ എന്തറിഞ്ഞിട്ടാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല. അപ്പോൾ അരവിന്ദ് പറയണ, നീ കൂടുതൽ പറയണ്ട, എനിക്കറിയാം എൻ്റെ ആദ്യ രാത്രി കുളമാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. പക്ഷേ ഒരു കാര്യം ഓർത്തോ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളിനി രൂപ നാണയം വെച്ച് നിങ്ങൾ ലൈറ്റ് ഓഫാക്കാൻ വേണ്ടി നിൽക്കുന്നില്ലേ, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കറണ്ട് കട്ടാക്കിയാലും വയറ് മുറിച്ചാലും ഒന്നും തന്നെ ഇനി ചെയ്യാൻ കഴിയില്ല. ഞാൻ അതിനുള്ള വഴിയൊക്കെ ഞാൻ ഇന്ന് രാത്രിയിൽ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ രണ്ടുപേരും നോക്കും. ഇന്നത്തെ ദിവസത്തെ രാത്രി എൻ്റെ ആദ്യ രാത്രി നടന്നിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശ്രേയ മേഡത്തിൻ്റെ ഭർത്താവായിരിക്കില്ല. അത് കേട്ടപ്പോൾ ആകാശ് ചിരിച്ചുകൊണ്ട് പറയണ, എടാ അരവിന്ദ്, നിന്നെ ഓർത്ത് എനിക്ക് കരയണോ എന്നും അറിയില്ല, നിന്നെ ഓർത്ത് എനിക്ക് സന്തോഷിക്കണോ എന്നും അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ എന്നും പറഞ്ഞ് ആകാശ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. അത് കാണുമ്പോൾ അരവിന്ദിന് ദേഷ്യം പിടിക്കുകയാണ്. എന്താടാ നീ ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താ, നിനക്ക് തമാശയായി തോന്നിയോ എന്നൊക്കെ പറയുമ്പോൾ ആകാശ് അത് ചെവി കൊള്ളാതെ അവിടെ നിന്നങ്ങ് പോവാട്ടോ. അപ്പോൾ ചാരു അരവിന്ദിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ നീ പോകുന്നില്ലേ അവനോടൊപ്പം? അവന് നീ ചായ എടുത്തു കൊടുക്ക് എന്ന് പറയാണ്. അപ്പോൾ ചാരു പറയാണ്, അല്ല അരവിന്ദേട്ടാ, എനിക്ക് അരവിന്ദത്തിനെ കുറിച്ച് ഓർത്ത് നല്ല സങ്കടമുണ്ട്. നീ എന്തിനാണ് എന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്? നീ കൂടുതൽ സംസാരിക്കാതെ അവന് ചായ പോയി എടുത്തു കൊടുക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ചാരു അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ അരവിന്ദ് സങ്കടത്തോടു കൂടി അവിടെ ഇരുന്ന് സ്വയം സംസാരിക്കുകയാണ്. എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരരുത്. എൻ്റെ ആദ്യ രാത്രി കുളമായി. ഇന്നലെ ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടതായിരുന്നു, എല്ലാം ഒറ്റയടിക്ക് കുളമായി. ഇതിനൊക്കെ എൻ്റെ അമ്മയെ പറഞ്ഞാൽ മതി. നേരത്തെ കാലത്തെ എൻ്റെ വിവാഹം നടത്തി തരാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വയമിച്ചു ഓരോന്ന് പറയുകയാണ്. എന്നിട്ട് ചാരു കിച്ചണിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബാലമാമ എണീറ്റിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടി ചാരു ഒരുങ്ങുകയാണ്. ഈ സമയം അരവിന്ദ് അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് രമേശനും അശ്വതിയും വരുന്നത്. അപ്പോൾ രമേശൻ ചോദിക്കുകയാണ്, കളിയാക്കിയ മട്ടിൽ, എന്താ അരവിന്ദ് നീ ഇവിടെ ഇരിക്കുന്നത്? നീ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു, നിന്റെ കണ്ണൊക്കെ നല്ല ചുവന്നിരിക്കുന്നല്ലോ എന്നൊക്കെ കളിയാക്കിയ മട്ടിൽ ചോദിക്കുമ്പോൾ അശ്വതി പറയണേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യ? അത് പിന്നെ അരവിന്ദ്, ഞങ്ങളും ഇന്നലെ രാത്രിയിൽ തീരെ ഉറങ്ങിയില്ല. അതെന്താ നിങ്ങൾ ഉറങ്ങാതിരുന്നത്? ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നല്ലോ, അപ്പോൾ കറണ്ട് വന്ന ശേഷമാണ് ഞങ്ങൾ ഉറങ്ങിയത്. ഓ, രാവിലെ തന്നെ ആളിയൻ്റെ ഒരു വളിച്ച തമാശ. ഞാൻ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പോഴത്തേക്കും ഹേമ അവിടേക്ക് വരികയാണ്. അപ്പോൾ അരവിന്ദ്, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ എന്താ ഇവിടെയാണോ ഇന്നലെ ഉറങ്ങിയത്? അപ്പോൾ വിഷമത്തോടു കൂടി അരവിന്ദ് പറയണം, അതെ, എൻ്റെ അവസ്ഥ ആർക്കും വരരുത്, ഞാൻ ഇന്നലെ ഇവിടെയാണ് ഉറങ്ങിയത്. നീ എന്തിനാ മോനെ ഇവിടെ കിടന്ന്
ഇറങ്ങിയത്? നിനക്ക് എൻ്റെ റൂമിലേക്ക് വരായിരുന്നില്ലേ? അമ്മയുടെ റൂമിലേക്ക് വരായിരുന്നില്ലേ? അതെങ്ങനെ അമ്മയുടെ റൂമിലേക്ക് വരും? കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ഇനിയും അമ്മയുടെ റൂമിൽ വന്ന് കിടക്കണമെങ്കിൽ പിന്നെ എന്തിനാണാവോ ഞാൻ കല്യാണം കഴിച്ചത്? എൻ്റെ അവസ്ഥയെ കുറിച്ചോർത്ത് എനിക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ എനിക്കൊരു ശാപം തട്ടിയതാണെന്നാ തോന്നുന്നത്. ഇതൊക്കെ കണ്ട് ചിലവരൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ അരവിന്ദ് ബാലനെയും ആകാശിനെയും ചാരുവിനെയും തട്ടിച്ചാണ് സംസാരിക്കുന്നത്. അരവിന്ദും ഹേമയും രമേശനും അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ചാണ് ഇതൊക്കെ അരവിന്ദ് പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി ചിലരുടെയൊക്കെ റൂം ചോദിച്ചില്ലേ, അപ്പോൾ അവർ ശപിച്ചതായിരിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും എന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ റൂം വേണ്ടായിരുന്നു അമ്മേ. അതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശ്രേയ വരുന്നത്. ശ്രേയയെ കണ്ടപ്പോൾ ഹേമ പറയണ, ആ പൊന്നു നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താണ് ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, അല്ല അശ്വതി, പാലും പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ? ആ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മേ. അപ്പോൾ എന്താ എന്താ ആൻറ്റി എന്നോട് പറയാനുള്ളത്? അത് പിന്നെ മോളെ, നീ പോയി കിച്ചണിൽ പോയിട്ട് പാല് കാച്ചിയിട്ട് വായോ, അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാ ഞാൻ പോയി കാച്ചുന്നത്? നിങ്ങൾ തന്നെ എനിക്ക് പോയി കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതിയല്ലോ. അങ്ങനെ ശ്രേയ അധികാരത്തോടു കൂടി അവരോട് ആജ്ഞാപിക്കുന്നത് കേട്ടപ്പോൾ ബാലൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അതെന്തായാലും നന്നായുള്ളൂ. മേഡം പറഞ്ഞതുപോലെ എന്തിനാ വെറുതെ പാല് കാച്ചുന്നത്? നേരെ കാപ്പി ഉണ്ടാക്കിയിട്ട് നേരെ മേഡത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്ക് എന്ന് പരിഹാസത്തോടു കൂടി ബാലൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രേയയുടെ ആ മറുപടി കേട്ട് തന്നെ ഹേമയും അശ്വതിയും അരവിന്ദൊക്കെ ഈ ഞെട്ടലോട് കൂടിയാണ് നിൽക്കുന്നത്. ഇവളാൾ ചില്ലറക്കാരിയല്ല എന്നുള്ള ഭാവത്തിൽ ശ്രേയ ബാലൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലണേ. എന്നിട്ട് പറയണേ, എന്തിനാണ് അങ്കിൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്കിളിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ എന്നോട് പറഞ്ഞു. അതിനുള്ള എല്ലാ അവകാശവും അങ്കിളിനുണ്ടല്ലോ. അപ്പോൾ അശ്വതി പറയണ, അത് പിന്നെ ശ്രേയ, ഈ വീട്ടിൽ പാരമ്പര്യമായി ചെയ്തു വരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ശ്രേയയും ചെയ്യണം. അപ്പോൾ ഹേമ പറയണ, അതെ, നീ പോയി കിച്ചണിൽ പോയിട്ട് പാല് കാച്ചി അത് പൊങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും ഈ വീടും ഉയർച്ചയിലെത്തണം. അതുകൊണ്ട് നീ പോയി പാല് കാച്ചി കൊണ്ടുവാ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിൻ്റെ കൈകൊണ്ട് തന്നെ തരണം. അത് കേട്ടപ്പോൾ ശ്രേയ പറയണേ, ഇത് എന്ത് ആചാരമാണ്? പാല് പൊങ്ങുന്നത് പോലെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്നോ? സന്തോഷം എന്നുള്ളത് പാലിലല്ല ഇരിക്കുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലാണ് ഉണ്ടാവുക. അല്ലാതെ ഇങ്ങനെയുള്ള ആചാരങ്ങളോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. അത് കേട്ടപ്പോൾ ബാലൻ വീണ്ടും പറയണ, അത് നല്ല മറുപടി ആയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കണം എന്ന ചിന്തയില്ലാത്തവരുടെ കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്കതൊക്കെ പറ്റുമോ ആണോ? പാലിൽ എന്തായാലും കള്ളത്തരം ചെയ്യാൻ പറ്റില്ല എന്നാ പറയാ. അതുകൊണ്ട് ദയവ് വിചാരിച്ച് അവർ പറഞ്ഞതുപോലെ പാല് കാച്ചി അവർക്ക് കൊണ്ടുകൊടുക്ക് എന്ന് കളിയാക്കിയ മട്ടിലാണ് കേട്ടോ ബാലൻ ശ്രേയയോട് സംസാരിച്ചിട്ട് അത് പറയുന്നത്. അത് കേട്ടപ്പോൾ ശ്രേയ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ പാല് കാച്ചി കൊണ്ടുവരാം ആൻറ്റി എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആരും ഇതെല്ലാം കേട്ടിട്ട് കിച്ചണിലുണ്ടാവും. അങ്ങനെ ചാരു എല്ലാവർക്കുമുള്ള ചായയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രേയ അവിടേക്ക് വരികയാണ്. എന്നിട്ട്, ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങളൊക്കെ ഇനി കണ്ടോ. പാല് പൊങ്ങുന്നത് പോലെ സന്തോഷം വരണമല്ലേ, പാല് പിരിയുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ പാല് കാച്ചാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ചാരു ആണെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ പാല് പിരിയാൻ പോകുന്നത് കണ്ടോടി ചാരു, നീയാണ് ഇത് ചെയ്തത് എന്ന് ഞാൻ വരുത്തി തീർക്കുന്നത് നീ കണ്ടോ. എന്നിട്ട് ചാരു അവിടെ നിന്ന് ഗ്ലാസ് എടുക്കുന്ന ആ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ ശ്രേയ ഒരു നാരങ്ങ മുറിച്ച് അതിൽ നിന്ന് ഒരു പകുതി എടുത്ത് പാലിലേക്ക് നാരങ്ങയുടെ പകുതി നീരെടുത്തങ്ങ് ഒഴിക്കുകയാണ്. എന്നിട്ട് ചാരുവിനോട് പറയാണ്, ഞാനിപ്പോൾ വരാം, ഈ പാലൊന്ന് തിളച്ചു പൊങ്ങുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചാരു പറഞ്ഞു, ഇല്ല മേഡം, ഇതിപ്പോൾ ഞാനല്ല കാച്ചേണ്ടത്, നിങ്ങളാണ് കാച്ചേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അത് പിന്നെ എനിക്ക് പുക അലർജിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനങ്ങ് മാറി നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിന്നും പോവില്ല. ഇതൊന്ന് തിളയ്ക്കുന്നത് മാത്രം, ഇതൊന്ന് പൊങ്ങി വരുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ശ്രേയ അവിടെ നിന്നങ്ങ് മാറി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഹേമ ചോദിക്കണ, എന്ത് പറ്റി പൊന്നു, നീ എന്താ പോകുന്നത്? നിന്നോടല്ലേ പാല് കാച്ചാൻ പറഞ്ഞത്? അത് പിന്നെ എൻ്റെ കൈ കൊണ്ട് ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്, അത് പൊങ്ങി വരുന്നത് ഞാൻ ചാരുവിനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് പുകയൊക്കെ അലർജിയാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് കേട്ടപ്പോൾ ബാലൻ കൈകുട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ഒപ്പം ആകാശും അനുവും ഒക്കെ ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഹേമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്തിനാണാവോ നിങ്ങളിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? ശ്രേയ മാഡം ഇതുവരെയും കിച്ചണിലൊന്നും കേടിയിട്ടില്ല, പുകയൊക്കെ അലർജിയാണെന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്? പല ജോലികളാണ് ശ്രേയ മാഡത്തിനുള്ളത്, അല്ലാതെ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയല്ല ശ്രേയ മാഡത്തിനുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നിങ്ങളുടെ മരുമകളുണ്ടല്ലോ, അവളോട്
പറഞ്ഞിട്ടുണ്ടല്ലോ പാല് പൊങ്ങി വരുമ്പോൾ വിളിക്കാൻ. ബാലൻ കളിയാക്കിയ മട്ടിൽ പറയുകയാണ്, ഇതിപ്പോൾ നല്ല കൂത്ത്, എനിക്കെന്താ എൻ്റെ വീട്ടിൽ ചിരിക്കാൻ പോലും പാടില്ലേ? ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ എനിക്കിപ്പോൾ ചിരിക്കാൻ പോലും വല്ലാത്ത അവസ്ഥയാണല്ലോ ഉണ്ടാവാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞ് ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഞാൻ ഇനി ചിരിക്കാനേ പോകുന്നില്ലേ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ബാലൻ വായ അങ്ങ് പൊത്തുകയാണ് ട്ടോ. അത് കേട്ടപ്പോൾ ഹേമയെ ബാലൻ കളിയാക്കിയതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ സമയം ചാരു നോക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞതായിട്ട് കാണുകയാണ് ട്ടോ. അപ്പോൾ ചാരു മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ പാല് പിരിയാൻ പാടില്ല, ഇത് അപശകുനമാണെന്നുള്ളത് അമ്മായി പറയുമല്ലോ എന്നും മനസ്സിൽ ചിന്തിച്ചോട്ട് പെട്ടെന്ന് തന്നെ ചാരു ആ പാലൊക്കെ കളയുകയാണ് ട്ടോ. പിരിഞ്ഞ പാല് കളയുകയാണ്. എന്നിട്ട് പാത്രം കഴുകിയ ശേഷം പുതിയ പാല് വെക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ചാരുവിൻ്റെ കണ്ണിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ ആ തൊണ്ട് കാണുന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വം ശ്രേയ ചെയ്തതാണെന്നുള്ള കാര്യം ചാരുവിന് മനസ്സിലാവാണ്. അങ്ങനെ ചാരു പുതിയ പാല് വെച്ച് അത് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഹേമ ശ്രേയയോട് പറയാണ്, പൊന്നു പാല് വെച്ച് കുറേ നേരമായില്ലേ, ഇതിപ്പോൾ പൊന്തിയിട്ടുണ്ടാവും, നീ അത് ഏത് ഭാഗത്തേക്കാണ് ഏത് ദിശയിലേക്കാണ് പൊങ്ങിയത് എന്ന് നോക്ക്. കിഴക്ക് ഭാഗത്തേക്കാണ് പൊങ്ങിയതെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്, നല്ല വിശേഷമാണത്. അത് കേട്ടപ്പോൾ അരവിന്ദ് പറയണേ, എന്തിനാണ് അമ്മേ ആ വിശേഷത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്? വിശേഷം എന്താണെന്നുള്ളത് ഇനി ഞാനല്ലേ പറയേണ്ടത്? അപ്പോൾ പെട്ടെന്ന് ശ്രേയ ചോദിക്കാൻ, അല്ല കിഴക്ക് ഏതാണ് ആൻറ്റി എന്ന് ചോദിച്ചപ്പോൾ പാലം പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അനുവും ആകാശമൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രമേശൻ പറയണേ, ഇതുപോലും മാഡത്തിന് അറിയില്ലേ, എന്നിട്ടാണോ മാഡം PWD എഞ്ചിനീയർ ആയത്? ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതല്ലേ. കിഴക്കിൽ നിന്നുമാണ് സൂര്യൻ ഉദിക്കുക, അതാണ് കിഴക്ക്. അപ്പോൾ ഹേമ പറയണേ, എടാ രമേശ നീ ഒന്നും മിണ്ടാതിരിക്കെ, എങ്ങനെയാണ് മാഡത്തിന് അതൊക്കെ അറിയാം? 4 ചുമരുള്ള റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന മാഡത്തിന് കിഴക്ക് ഏതാ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് പെട്ടെന്ന് പറയുക? നീ ഒന്നും മിണ്ടാതിരുന്നാൽ മതി രമേശ എന്നൊക്കെ ഹേമ പറയട്ടോ. എന്നിട്ട് അശ്വതിയോട് പറയണ, അശ്വതി നീ ആ പാല് പൊങ്ങിയിട്ടുണ്ടോ, ഏത് ദിശയിലേക്കാണ് പാല് പൊങ്ങിയത് എന്നൊന്ന് നോക്കി നോക്ക്. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതിന് പാല് പൊങ്ങില്ല, പാല് പിരിഞ്ഞിട്ടുണ്ടാവും, അതിന് കാരണക്കാരി ആ ചാരു ആണെന്നുള്ളത് ഞാൻ വരുത്തി തീർക്കുകയും ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അശ്വതി കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചാരു പറയണ, ഇതുവരെയും പാല് പൊങ്ങിയില്ല അശ്വതി ചേച്ചി. അല്ല അശ്വതി ചേച്ചിക്ക് ഇഷ്ടമുള്ള റെസിപ്പി നമുക്ക് 2 പേർക്കും കൂടി കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അശ്വതിയുടെ മുഖം ഇങ്ങനെ കടുന്നൽ കുത്തിയ പോലെയാണ്. എനിക്കൊന്നും ഇപ്പോൾ ആ വിഭവമൊന്നും എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ചാരു പറയണേ, ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, അശ്വതി ചേച്ചിക്ക് തരട്ടെ? അപ്പോൾ വീണ്ടും ദേഷ്യത്തിൽ അശ്വതി പറയണേ, എനിക്ക് ചായ ഒന്നും വേണ്ട, നീ എന്നോട് കൂടുതൽ സംസാരിക്കാനും അടുക്കാനൊന്നും വരണ്ട. ഞാനിപ്പോൾ ഇവിടേക്ക് തിരിച്ചു വന്നത് തന്നെ എന്നെ ശ്രേയ മേഡം വിളിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ കാല് കുത്തില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇനിയും നീ എന്നെ കൂടുതൽ ശല്യപ്പെടുത്തുകയാണ്, ഞാൻ വീണ്ടും ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ ചാരു പറയണേ, വേണ്ട ചേച്ചി, ഞാൻ കാരണം അശ്വതി ചേച്ചി ഈ വീട്ടിൽ നിന്നും പോവേണ്ട, ഞാൻ ഇനി അശ്വതി ചേച്ചിയോട് സംസാരിക്കാൻ വരില്ല എന്നും പറഞ്ഞ് ചാരു എല്ലാവർക്കുമുള്ള ചായ എടുത്തുകൊണ്ടാണ് ചെല്ലാൻ കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചാരു ചായ കൊടുക്കാൻ നിൽക്കുമ്പോൾ ശ്രേയ പറയണേ, എന്താ ആൻറ്റി, എന്നോടല്ലേ ആൻറ്റി പാല് കാച്ചാൻ വേണ്ടി പറഞ്ഞത്? ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പാല് കുടിക്കുക? അത് കേട്ടപ്പോൾ ഹേമ ചാരുവിനോട് ദേഷ്യം പിടിച്ച് പറയുകയാണ്, എടി ലക്ഷണം കേട്ടവളെ, നീ എന്തിനാണ് ഇപ്പോൾ ചായയുമായിട്ട് വന്നത്? എൻ്റെ മരുമകൾ എല്ലാവർക്കും വേണ്ടി പാല് കാച്ചുന്നത് നീ കണ്ടില്ലേ, എന്നിട്ടിപ്പോൾ എന്തിനാണ് നീ ഇപ്പോൾ ഇവിടേക്ക് ചായ കൊണ്ടുവന്നത്? കൊണ്ടുപോടി ഇത് ഇവിടെ നിന്നും എന്ന് പറയുമ്പോൾ രമേശൻ പറയണേ, അല്ല അമ്മായി, ഞാൻ കുടിച്ചോളാം, എനിക്ക് ചായയും കാപ്പിയും പാലും ഒക്കെ ഒരുപോലെ കുടിക്കുന്നത് ഇഷ്ടമാണ്, ഞാനത് കുടിച്ചോണ്ട്. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രമേശ? കൊണ്ടുപോടി ഈ ചായ എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിനോട് അത് കൊണ്ടുപോകാൻ പറയുമ്പോൾ ബാലനും ആകാശും ചാരുവിൻ്റെ കയ്യിൽ നിന്നും ചായ എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ ഹേമ അങ്ങ് ദേഷ്യപ്പെടുത്താണ്, നിങ്ങളോടല്ലേ പറഞ്ഞത് ചായ കുടിക്കരുതെന്ന്, ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ചാരു പറയണ, വെറുതെ അക്കുച്ചേട്ടാ പ്രശ്നം ഉണ്ടാക്കണ്ട ബാലമാമേ, ഇനിയിപ്പോൾ എന്തിനാണ് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, പാല് കുടിച്ചാൽ മതി എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അശ്വതി ഉറക്കെ വിളിച്ച് പറയുകയാണ്, കിഴക്കേ ഭാഗത്തേക്ക് പാല് തിളച്ച് തൂവിയിട്ടുണ്ട് അമ്മേ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഹേമക്ക് ഒരുപാട് സന്തോഷമാവാം കേട്ടോ. അങ്ങനെ ഹേമ ശ്രേയയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, എൻ്റെ മോള് കൈവച്ച എല്ലാം തന്നെ പൊന്നായി മാറും, അത്രയ്ക്ക് ഐശ്വര്യമുണ്ട് എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് ശ്രേയയെ പുകഴ്ത്തുകയാണ് കേട്ടോ. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്ത് പാല് പൊങ്ങിയെന്നോ, അപ്പോൾ അത് പിരിഞ്ഞില്ലേ, ഞാനത് പിരിയിക്കാൻ
ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചതാണല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ ചാരു ശ്രേയയുടെ മുഖത്തേക്ക് നോക്കാൻ കേട്ടോ. എന്നിട്ട് ചാരു പറയാണ്, അല്ല മേഡം, എന്താ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത്? മേഡം പോയി എല്ലാവർക്കുമുള്ള പാലെടുത്തോണ്ട് വാ. നല്ലതുപോലെ ഗ്ലാസ്സൊക്കെ കഴുകിയ ശേഷം അതിലേക്ക് എല്ലാവർക്കുമുള്ള പാലൊഴിച്ച് അത് കൊണ്ടുവാ മേഡം, ചെല്ല് എന്ന് പറയട്ടോ. അപ്പോൾ ചാരുവിനെ ഇങ്ങനെ ശ്രേയ നോക്കുകയാണ്. ഇതിപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ള ഭാവത്തിൽ ഹേമ കിച്ചണിലേക്ക് പോവാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് പാലൊഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രേയ വിളിക്കുകയാണ്, മോളെ നീ ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്ക്, ആദ്യത്തെ പാല് അവിടെ കൊണ്ടുപോയി വെക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ശ്രേയ ആ പാല് മനസ്സില്ല മനസ്സോടെ വാങ്ങി പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ ഒരുങ്ങാണ്. അപ്പോഴത്തേക്കും ചാരു അവിടേക്ക് ചെല്ലുകയാണ്. ഒരു നിമിഷം ഒന്ന് നിന്നേ മേഡം എന്ന് പറയട്ടോ. എന്നിട്ട് പറയണേ, നീ എന്താ ഉദ്ദേശിച്ചത്? ഈ ചെറുനാരങ്ങ ഞങ്ങൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. നീ എന്ത് കരുതി അതിൽ പാലിലൊഴിച്ച് അത് പിരിച്ചു കളയാമെന്നോ? നീ എന്തുദ്ദേശിച്ചാണ് പാലിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിന്റെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ ഒരിക്കലും അരവിന്ദേട്ടൻ്റെ ഭാര്യയായി ജീവിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നീ ഒന്നോർത്തോ, നീ എന്തുദ്ദേശിച്ചാണ് ഈ വീട്ടിലേക്ക് വന്നു കയറിയത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാനത് നടത്താൻ സമ്മതിക്കില്ല. എന്നിട്ട് നിന്നെ അരവിന്ദേട്ടൻ്റെ ഭാര്യയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിലെ മരുമകളായി നിന്നെ ഈ വീട്ടിൽ ജീവിപ്പിച്ചിരിക്കും ഞാൻ. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ചാരു എന്നായിരിക്കില്ല എന്ന് പറഞ്ഞ് ചാരു ശ്രേയയെ വെല്ലുവിളിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.